ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കറി വെക്കുന്ന കടല ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അരക്കപ്പ് കടലയും അതുപോലെ തന്നെ ഒരു മുട്ട ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ ഞാൻ പറയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പായിട്ട് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ അരക്കപ്പ് കടല ഒരു 8 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പിന്നെ കുക്കറിലിട്ടിട്ട് ഒരു 5-6 വിസിൽ അടിച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. അതിനുശേഷം പിന്നെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുവാണ്. ഒരുപാട് അങ്ങ് അരയണമെന്നില്ല, ഒന്ന് എന്താ പറയുക 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൊന്ന് മസാല ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ ഒരു കടായിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ എന്തായാലും കുഴപ്പമില്ല. അതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കടലയാണെന്ന് വിചാരിച്ച് അതിൻ്റെ ടേസ്റ്റേ ആയിരിക്കില്ല, നല്ല ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് പെട്ടെന്ന് നമ്മളിത് ഈ ഒരു പരുവത്തിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് വഴറ്റണമെന്നില്ല, ചെറുതായിട്ട് കടിക്കുന്ന പരുവം ഒന്ന് മാറി കിട്ടിയാൽ മതി. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 2 നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ പകരം ഗരം മസാല ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗരം മസാല മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അത് ആദ്യം വിട്ടുപോയി. അപ്പം ഞാൻ ഇപ്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ വേവിച്ചിട്ട് അരച്ചെടുത്തിട്ടുള്ള കടല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി നമ്മൾ വേവിച്ചതാണ്. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാനും ഉണ്ട്. അപ്പം എന്താ വേണ്ടത് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല എല്ലായിടെയും ഒന്ന് പിടിച്ച് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്തിരി കുറവുണ്ട്, ഞാൻ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മുട്ട ചേർക്കുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെ പെട്ടെന്ന് അങ്ങ് വെന്ത് പോവും. അപ്പോൾ മുട്ട ചേർത്തതിന് ശേഷം എല്ലാവരുടെയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഈ സമയത്ത് വേവിച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിപ്പ് വരുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ലാസ്റ്റത്തെ സ്റ്റെപ്പ് ചെയ്യാം. നമ്മളിത് ബോണ്ടയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്യാറുണ്ടല്ലോ, അതേപോലെ നമ്മൾ കടല വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബോണ്ട ഉണ്ടാക്കാനായിട്ട് മസാല ഒന്ന് ഉണ്ടാക്കണം, അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കണം. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, ഞാൻ എന്തായാലും ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് എന്താ പറയുക ഒരു നുള്ള് അപ്പക്കാരം ചേർത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ. അത് നിർബന്ധമില്ല, പക്ഷേ ഉണ്ട് ഇത്രയും കൂടെ പൊങ്ങി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ല കടലിൻ്റെ മസാല ഉണ്ടല്ലോ, അതൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ബോൾസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒത്തിരി വലിയ ബോൾസ് ഉണ്ടാക്കണ്ട, മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയാൽ ചെറുതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ആ ബാറ്ററും അതുപോലെ ഉള്ളിലത്തെ മസാലയൊക്കെ കൂടി ആയിട്ട് നല്ല ഒരു ബാലൻസ് ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക, ഒത്തിരി വലുതാക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്കെല്ലാം ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ബോണ്ട ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിൽ ഈ ബോൾസ് ഒന്ന് മുക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിന് മുമ്പ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കടല വെച്ചിട്ട്, നല്ല ഫീഡ്ബാക്കാണ് അതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടമാവും, ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു സൈഡ് റെഡി ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ കടല ഓൾറെഡി നമ്മൾ വേവിച്ചതാണ്, അതുകൊണ്ട് ഒരുപാട് നേരം എണ്ണയിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല.
അപ്പൊ ഇത് രണ്ട് സൈഡ് നന്നായിട്ട് റെഡിയായി നല്ല മൊരിഞ്ഞ് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇന്നത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരുടെ കയ്യിലും ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും വൈകുന്നേരം ചായക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവും ഇത്. അപ്പൊ അവർക്ക് കൊടുക്കുമ്പോൾ എരിവൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.